പുതിയ തലമുറയിൽ സാധാരണ കാണുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ. ഒരുപാട് ആൾക്കാർക്കുണ്ട് കേട്ടോ. എന്താണ് ഈ ഫാറ്റി ലിവർ? അതിന് ചികിത്സയുണ്ട്, മുൻകരുതൽ എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇന്നത്തെ ഫാമിലി ഡോക്ടർ ഈ ഫാറ്റി ലിവറിനെ കുറിച്ചാണ് പറയുന്നത്. കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മായ പീതാംബരൻ വരികയാണ്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. ഫാറ്റ് ലിവർ എന്നാൽ കരളിലെ കോശങ്ങളിൽ കൊഴുപ്പടിയുന്നതാണ്. ഈ കൊഴുപ്പിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് നമ്മൾ പല ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഇങ്ങനെ പറയുന്നത്. ഈ ഫാറ്റ് ലിവർ നമുക്ക് എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഫാറ്റ് ലിവർ പഴകി വന്നു കഴിഞ്ഞാൽ ലിവർ സിറോസിസ്, ലിവർ ഫൈബ്രോസിസ്, ലിവർ ക്യാൻസർ വരെ ഉണ്ടാകും. ഇപ്പോൾ ഫാറ്റി ലിവർ അസോസിയേറ്റഡ് നാഷ് റിലേറ്റഡ് ലിവർ സിറോസിസും ലിവർ ക്യാൻസറും നമ്മൾ വളരെയധികം കാണുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ ഫീമെയിൽസ്, അതായത് സ്ത്രീകളിലും മദ്യം ഉപയോഗിക്കാത്ത ആളുകളിലും. ഈ ഫാറ്റ് ലിവർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ഫാറ്റ് ലിവറുള്ള രോഗി വന്നാൽ നമ്മളൊരു മിനിമം ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, ഒരു ഫൈബ്രോ സ്കാൻ, ആൻഡ് ചില അപൂർവ ആളുകൾ ഒരു ലിവർ ബയോപ്സി കൂടി ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഫാറ്റി ലിവറിന് ഇപ്പം വളരെ നല്ല ചികിത്സാ മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ജീവിതചര്യയിലെ മാറ്റങ്ങൾ തന്നെയാണ്. ഫാറ്റി ലിവറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 40 വയസ്സിന് മേലുള്ളവർ, ഡയബറ്റിക് അല്ലെങ്കിൽ മറ്റ് ജീവിതചര്യ രോഗങ്ങളുള്ളവർ, പ്രത്യേകിച്ച് ഡയബറ്റീസ് ആണ്, ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ളവരിൽ, പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ, അതർ റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലെ കാർഡിയാക് രോഗങ്ങളുള്ളവരിലൊക്കെ കൂടുതലായി നമ്മൾ ഫാറ്റ് ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകളിൽ നമ്മൾ സർവൈലൻസ് ആയിട്ട്, അതായത് ഒരു ആനുവൽ ചെക്കപ്പ് ഒക്കെ ആയിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാനും ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.